നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് പ്രൊഡക്ഷൻ എന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു ബൈ പ്രൊഡക്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചാൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ടിനെ എന്താക്കി മാറ്റുന്ന? ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ഷൻ. ഇപ്പോൾ ഉദാഹരണം, നമുക്കൊരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ കേക്കിന് വേണ്ട റോ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ ലേബറുണ്ട്, അതേപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നൊരു ഇടമുണ്ട്. ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് മാത്രമേ ഒരു കേക്കായി മാറത്തുള്ളൂ, അല്ലേ? അപ്പം അതാണ് ഇതിനെല്ലാം ഇൻപുട്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? ഇപ്പം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ എന്താക്കി മാറ്റുക? ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം മറക്കല്ലേ, പ്രൊഡക്ഷൻ ഈസ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ എന്താക്കി മാറ്റുക? ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെക്നിക്കൽ റിലേഷൻ ബിറ്റ്വീൻ വിച്ച് ഷോ ദ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പോസിബിൾ ഫ്രം ദ ഗിവൺ ഇൻപുട്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻപുട്ടിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ്, അതായത് ബന്ധം, പരസ്പരമായിട്ടുള്ള ഒരു ബന്ധം, ടെക്നിക്കൽ റിലേഷൻഷിപ്പ്. ആ വാക്ക് മറന്നുപോയി. ഇറ്റ് ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് വിച്ച് ഷോ ദ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഇൻപുട്ടുകളുടെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവ തമ്മിലുള്ള ബന്ധം. അപ്പോൾ അത് ഏത് രീതിയിൽ ചേർത്താലാണ്? ഇപ്പം ക്യാപിറ്റലുണ്ട്, നമുക്കറിയാം. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് റോ മെറ്റീരിയലുണ്ട്, അതേപോലെ ലേബറുണ്ട്, അതേപോലെ ക്യാപിറ്റലുണ്ട്, അതേപോലെ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നമ്മൾ എന്താണ് ഒരു ടെക്നിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനെ നമ്മളെല്ലാം കൂടെ ഒന്നിപ്പിച്ച് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. മറക്കരുത്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ എന്താക്കി മാറ്റുകയാണ്? ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ഇൻപുട്ട് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ടു വിച്ച് ഷോ ദ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, ടു പ്രൊഡ്യൂസ് ദ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്, മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻപുട്ടുകളുടെ ഒരു ടെക്നിക്കൽ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണെന്ത്? സാങ്കേതികപരമായിട്ടുള്ള ബന്ധത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലാൻഡുണ്ട്, ലേബറുണ്ട്, ക്യാപിറ്റലുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ കൂടിച്ചേർന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതിന് നമ്മൾ എഴുതുന്നത് Q is equal to F of L K O, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ എഴുതുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും, മറ്റൊന്ന് ലോ ഓഫ് ഫിക്സ്ഡ് പ്രൊപ്പോർഷനും, അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്നും ലോങ് റൺ പ്രൊഡക്ഷൻ എന്നും. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്നേതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, മറ്റൊന്നതാണ് ലോ ഓഫ് ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് റൺ, കുറഞ്ഞ കാലത്തേക്കുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലത്തേക്കുള്ളതാണെങ്കിൽ, ലോ ഓഫ് ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ലോങ് റൺ, ദീർഘകാലത്തേക്കുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് പ്രധാനമായിട്ടും ഉള്ളത്.